സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ റോൾ ഇയാളല്ലാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാസ്റ്റിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ അകത്തെ പാട്ടുകൾ വളരെ ഡിഫറെൻ്റാണ്, ആക്ഷൻ വളരെ ഡിഫറെൻ്റാണ്, ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി ഒരു സാധാരണ സിനിമയുടെ ഗ്രാമറൊക്കെ മാറിയിട്ടാണ് ഇത്രയും വലിയൊരു വൈഡ് സ്പെക്ട്രത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഉള്ള സിനിമയാണ്. അതിൻ്റെ കളേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകതയുള്ള സിനിമയാണ്. ഒരു സിനിമയെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ ഈ സിനിമയെ കാണാം. അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് ആദ്യം ഇടിച്ചു കയറി കാണുന്ന സിനിമ തന്നെയാണ് വാലിബൻ. ലാലേട്ടൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നുണ്ട്. നമ്മൾ മരക്കാർ കണ്ടപ്പോൾ അത്ര ലാലേട്ടനൊപ്പമാണ് ഞങ്ങൾ എറണാകുളത്തുള്ള എല്ലാവരും സിനിമ കണ്ടത്. ഈ സിനിമ കാണാൻ ലാലേട്ടൻ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ ഇവിടെ ഇല്ല, ഞാൻ പുറത്താണ്. ഞങ്ങൾ ഒന്ന് ദുബായിൽ പോയിട്ട് അവിടുന്ന് US പോകും. ഇപ്പോൾ പറയേണ്ട, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് അവിടെയാണ് നടക്കുന്നത്, എമ്പുരാൻ. അത് UK നടക്കുന്നത്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തവർ US പോകും. അപ്പോൾ അതുകൊണ്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണും. നമുക്ക് US റിലീസ് ഉണ്ടല്ലോ ഈ സിനിമ. ഇത് വേൾഡ് വൈഡ് റിലീസാണ് ഈ സിനിമ. സർ, ഇത് രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയിലേക്കാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ രാഷ്ട്രീയവും സിനിമയെന്ന് പറഞ്ഞാൽ ഒരമ്മ പെറ്റ മക്കളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ അധികം പതിവുകളില്ല, കുറവാണ്. അപ്പം ലാലേട്ടനോടുള്ള ഒരു സൗഹൃദം മാത്രമാണോ ഈ സിനിമയ്ക്കിടെ നിർമ്മാതാവാനാണോ ഉണ്ടായ പ്രചോദനം? എന്താണ് ശരി? പ്രചോദനം അത് മാത്രമാണ്. ഞാനൊരു സിനിമാ നിർമ്മിതാവായി ഈ രംഗത്തേക്ക് വന്നതല്ല. മോഹൻലാൽ എന്ന സുഹൃത്തിൻ്റെ ഒരു പടം ചെയ്യുന്ന ഒരു ആഗ്രഹത്തിൽ നിന്ന് ഇതിലേക്ക് വന്നതാണ്. പിന്നെ രാഷ്ട്രീയം, ഞാൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിനൊരു ബിസിനസ്സായി തന്നെ കാണുന്നു. എന്നെ ഓക്കുപ്പൈഡ് ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ്. ഈ രാഷ്ട്രീയത്തിലുള്ളവർ മറ്റൊന്നിനും കൊള്ളത്തില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും പോകുമ്പോൾ അതിനകത്തൊരു സർപ്രൈസ് ആയിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതെല്ലാം മൾട്ടി ടാസ്കിങ് ചെയ്യാൻ സാധിച്ചാൽ അത്ര നല്ലത് എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മാത്രമാണ് ഈ സിനിമയും പൊളിറ്റിക്സും ക്ലോസ്ലി നിറ്റഡ് അല്ലാത്തത്. അതെ അതെ അതെ, കേരളത്തിൽ അതല്ല. ബാക്കി എല്ലായിടത്തും സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് പോകുന്ന, അതാണ് ഞാൻ ഒരമ്മ പെറ്റ മക്കളാണ് രണ്ടും. സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് പോകുന്ന അത്രയ്ക്ക് ക്ലൗട്ട് ഫീൽഡ് ചെയ്യുന്നവരായിട്ട് ഇത് വരുന്നുണ്ട്. ഇതങ്ങനൊന്നുമല്ല. ഇത് ഒരുപാട് രാഷ്ട്രീയത്തിലുള്ളവരും സിനിമാ നിർമ്മാതാക്കളാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടല്ലോ. പറഞ്ഞാൽ ഇവിടെ മാത്രമേ അത്തരത്തിൽ, ഒരുപക്ഷെ ഷിബു ആയിരിക്കും ആദ്യമായിട്ട് വന്ന പുതിയ പാത വെട്ടി തുറന്നു കൊടുക്കുന്നത്. ഒരുപാട് പേര് ഇനിയും വരട്ടെ. ലാലേട്ടാ, ഇപ്പം സാറ് പറഞ്ഞു ലാലേട്ടനുമായിട്ടുള്ള സൗഹൃദമാണ് ഈ സിനിമയുടെ നിർമ്മാതാവായത്. അപ്പം ഡിഫൈൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ത് പറയും? അല്ല, ഒരു സുഹൃത്തെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അല്ലേ. നമുക്ക് എല്ലാത്തിനും നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിബു എൻ്റെ സുഹൃത്തായിട്ട് 40 വർഷമായി അല്ലേ. അപ്പോൾ എല്ലാം എനിക്ക് നല്ലതാണ്. അദ്ദേഹത്തിന് ചീത്താന്ന് വേറൊരാൾ തെറ്റെന്ന് വിചാരിക്കുന്ന പോലും എനിക്ക് നല്ലതായിട്ട് മാറുമ്പോഴാണ് സൗഹൃദം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളിലുള്ളൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല സൗഹൃദം. പലരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ. അയാൾ നല്ല ആളാണ്, പക്ഷേ അയാൾക്ക് അത്തരം ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോഴാണല്ലോ ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ 40 വർഷമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആൾക്കാരിതാണ് ഞാനും ഷിബുവിൻ്റെ ഫാമിലിയും ഒക്കെ. അപ്പം ആ ഒരാൾ നമ്മളോട് സിനിമ ചെയ്യാൻ വന്ന് ചോദിക്കുമ്പം എന്താ കുഴപ്പം? ഒരുപാട് സിനിമയുടെ സെറ്റിൽ എൻ്റെ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മോശം സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നത്, ഒരു വലിയ സിനിമ ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നത്. ഇതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഓടിക്കളയണം എന്നുള്ള രീതിയിലല്ല, വളരെയധികം സ്പെൻഡ് ചെയ്ത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് അതിനെ ഒരു ഏറ്റവും വലിയൊരു സക്സസ്ഫുൾ സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ ഒരു നോ പറയേണ്ട കാര്യമില്ല. ആ സൗഹൃദത്തിന് ഒരു കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും എല്ലാം അങ്ങനെയാണല്ലോ, ഒരു സക്സസ്ഫുള്ളാകാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. അതൊരു സക്സസ്സിലേക്കാവുമ്പോഴും അതിലേറ്റവും ഭയങ്കര രസകരമായിട്ട് മാറും.